സയ്യിദ് മുസ്താഖ് അലി ട്രോഫി ടൂർണമെന്റിലെ ആദ്യ മത്സരത്തിൽ ഒരു ഗംഭീര വിജയം സ്വന്തമാക്കിയിരിക്കുകയാണ് കേരളം. കരുത്തരായ ഒഡീഷയ്ക്കെതിരെ നടന്ന മത്സരത്തിൽ 10 വിക്കറ്റിന്റെ വമ്പൻ വിജയമാണ് കേരളം സ്വന്തമാക്കിയത്. മലയാളികളുടെ പ്രിയ താരമായ സഞ്ജു സാംസന്റെ ക്യാപ്റ്റൻസിയിൽ ഇറങ്ങിയ കേരളം രോഹൻ കുന്നുമ്മേന്റെ വെടിക്കെട്ട് സെഞ്ചുറിയും ഈ ഒരു മത്സരത്തിൽ നമ്മൾ കണ്ടു. ആദ്യം ടോസ് നേടി ഒഡീഷയ്ക്കെതിരെ ബൗളിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു കേരളം. അങ്ങനെ തുടക്കത്തിൽ തന്നെ ഒഡീഷയുടെ 2 വിക്കറ്റുകൾ നേടിക്കൊണ്ട് MT നിതീഷ് ഒഡീഷ്യൻ ബാറ്റർമാരെ ഒന്ന് വിറപ്പിച്ചു. അതിനുശേഷമാണ് ഒഡീഷ 7 വിക്കറ്റ് നഷ്ടത്തിൽ കേരളത്തിനെതിരെ 176 റൺസ് നിശ്ചിത ഓവറിൽ നേടുകയായിരുന്നു. MT നിതീഷ് 4 വിക്കറ്റും ആസിഫ് 2 വിക്കറ്റുമാണ് കേരളത്തിന് വേണ്ടി നേടിയത്. മറുപടി ബാറ്റിങ്ങിന് ഇറങ്ങിയ കേരളത്തിനു വേണ്ടി ഓപ്പണറായിട്ട് ഇറങ്ങിയത് ക്യാപ്റ്റൻ സഞ്ജു സാംസണും രോഹൻ കുന്നുമേലുമായിരുന്നു. മികച്ച ഒരു തുടക്കമായിരുന്നു ഇരു താരങ്ങളും കേരളത്തിന് നൽകിയത്. പിന്നീട് കണ്ടത് വിക്കറ്റുകളൊന്നും നഷ്ടമാകാതെ 21 പന്തുകൾ ബാക്കി വെച്ചുകൊണ്ട് ഈ 2 താരങ്ങൾ ചേർന്നുകൊണ്ട് കേരളത്തെ വിജയതീരത്ത് എത്തിക്കുന്ന കാഴ്ച തന്നെയായിരുന്നു. മികച്ച ബാറ്റിംഗ് പ്രകടനവുമായി രോഹൻ കുന്നുമേൽ ഒരു വെടിക്കെട്ട് സെഞ്ചുറിയാണ് ഈ ഒരു മത്സരത്തിൽ നേടിയത്. മികച്ച പിന്തുണ തന്നെയായിരുന്നു സഞ്ജു സാംസൺ രോഹന് നൽകിയത്. 60 പന്തുകളിൽ നിന്നായിട്ട് 10 സിക്സറുകളും 10 ഫോറും അടക്കം 121 റൺസുമായി രോഹൻ പുറത്താകാതെ നിൽക്കുന്നു. മികച്ച പിന്തുണ നൽകിയ മലയാളികളുടെ പ്രിയ താരം സഞ്ജു സാംസൺ 41 പന്തുകളിൽ നിന്നുമായിട്ട് 6 ഫോറുകളും 1 സിക്സും അടക്കം 51 റൺസ് നേടി രോഹന് മികച്ച പിന്തുണയാണ് ക്യാപ്റ്റൻ നൽകിയത്. അങ്ങനെ 10 വിക്കറ്റിന്റെ ഒരു തകർപ്പൻ വിജയത്തോടു കൂടി തന്നെ കേരളം സയ്യിദ് മുസ്താഖ് അലി ട്രോഫി ടൂർണമെന്റിൽ തുടക്കമിട്ടിരിക്കുകയാണ്. ഈ ഒരു മത്സരത്തിൽ വിജയിച്ചതോടെ കേരളം എലൈറ്റ് A ഗ്രൂപ്പിൽ 4 പോയിന്റുമായിട്ട് 2ാം സ്ഥാനത്ത് എത്തിയിരിക്കുകയാണ്. സെഞ്ചുറി അടിച്ച് കേരളത്തിന് വേണ്ടി മികച്ച ബാറ്റിംഗ് പ്രകടനം കാഴ്ചവെച്ച രോഹൻ കുന്നുമേലാണ് കളിയിലെ താരമായി മാറിയിരിക്കുന്നത്. കേരള ക്രിക്കറ്റ് ടീമിനെ കുറിച്ചുള്ള കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.